സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റ് 300-ലധികം ഭാഷകളിലേക്കും ഉപഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും പ്രിയപ്പെട്ടതുമായ ക്രിസ്മസ് കരോളുകളിൽ ഒന്നാണ്. 1818 ഡിസംബർ 24 ഇവിടെ ഓസ്ട്രിയയിലെ സാൽസ്ബർഗിന് സമീപമുള്ള ഞാനിപ്പോൾ വികാരിയായിരിക്കുന്ന ഈ പള്ളിയിലെ ഓബൻഡോർഫ് സെന്റ് നിക്കോളാസ് പള്ളിയിലാണ് ഈ കരോൾ ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. ഈ ഗാനത്തിൻ്റെ വരികൾ രചിച്ചത് അന്നത്തെ അസിസ്റ്റന്റ് വൈദികനായിരുന്ന ജോസഫ് മോർ. സംഗീതം നൽകിയത് ഇവിടെ അടുത്തൊരു സ്കൂളിലെ അധ്യാപകനായിരുന്ന ഫ്രാൻസ് സാവഗ്രൂബ് എന്ന ആളുമാണ്. ഇന്ന് സൈലന്റ് നൈറ്റ് ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് ഓബൻഡോർഫിലാണ്. ഈ പഴയ ഇടവക പള്ളിയുടെ സ്ഥലത്താണ്. സാൽസാഹ് എന്ന നദിയുടെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ ഒരു വശത്ത് ഓസ്ട്രിയയിലെ ഓബൻഡോർഫും സൈലന്റ് നൈറ്റ് ചാപ്പൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം, മറുവശത്ത് ജർമ്മനിയിലെ ലൗഫൻ എന്ന പട്ടണവുമാണ്. 1818 ഡിസംബർ 24 ഈ കരോൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സെന്റ് നിക്കോളാസ് പള്ളി നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ചാപ്പൽ പണിതിരിക്കുന്നത്. ഇന്ന് ഈ ചാപ്പൽ ജോസഫ് മോറിൻ്റെയും ഫ്രാൻസ് സാവഗ്രൂബറിൻ്റെയും സ്മാരകമായിട്ടാണ് നിലകൊള്ളുന്നത്. എന്തുകൊണ്ടാണ് പഴയ പള്ളി അവിടെ തന്നെ പുതുക്കി പണിയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അറ്റകുറ്റൽ പണികൾക്കുള്ള ഉയർന്ന ചെലവും തുടർച്ചയായ വെള്ളപ്പൊക്ക ഭീഷണിയും കാരണം നിക്കോളാസ് പള്ളി ഇപ്പോഴത്തെ പുതിയ സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു. 1906 പട്ടണത്തിൻ്റെ പുതിയ കേന്ദ്രഭാഗത്ത് ഈ പുതിയ പള്ളി സ്ഥാപിക്കുകയും ഇന്ന് ഇത് ഇവിടുത്തെ ഇടവകപ്പള്ളിയായി ഇരിക്കുന്നത്. ഈ ഇടവകപ്പള്ളിയിലാണ് ഞാനിപ്പോൾ വികാരിയായി സേവനം ചെയ്യുന്നതും. 1924 സ്മാരക ചാപ്പലിൻ്റെ സ്റ്റിലനാക് ചാപ്പൽ നിർമ്മാണം ആരംഭിച്ചത്. പക്ഷേ ഒന്നാം ഓസ്ട്രിയൻ റിപ്പബ്ലിക്കിൻ്റെ പ്രയാസകരമായ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം അതിൻ്റെ പുനഃസ്ഥാപനം മന്ദഗതിയിലായിരുന്നു. ഒടുവിൽ 1937 ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനാണ് ചാപ്പൽ പൂർത്തിയായത്. എല്ലാ വർഷവും പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ ചാപ്പലിൽ വരികയും ഇവിടുത്തെ ഇതിന് സമീപത്തുള്ള മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്യുന്നു. ഓരോ വർഷവും ഡിസംബർ 24 വൈകുന്നേരം 5 മണിക്ക് ചാപ്പലിൽ ഒരു അനുസ്മരണ പ്രാർത്ഥനയും നടക്കുന്നു.